ഹായ് ഡിയേഴ്സ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് ഡാറ്റ അനലിസിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെം BBA FIUGയുടെ ഭാഗമായിട്ട് വരുന്ന ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് ഡാറ്റ അനലിറ്റിക്സ് എന്ന പേപ്പറിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഇൻഡെക്സ് നമ്പർ, ദെൻ ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സാണ് ഉള്ളത്, അതിൻ്റെ യൂസസ്, ഇൻഡെക്സ് നമ്പറുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ ഡിവൈഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100 ആണ്. സിമ്പിളായി പറഞ്ഞാൽ അല്ലേ, ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. കറണ്ട് ഇയർ ഡിവൈഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100 ആണ്. ഇൻഡെക്സ് നമ്പർ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് ഒരു വേരിയബിളിൽ വരുന്നത്, 100നെ ബേസ് ഇയർ ആക്കി എടുത്തിട്ട് എന്ത് ചേഞ്ചാണ് ഒരു വേരിയബിൾ വരുന്നത് എന്ന് കാണിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെൻ്റ് ആണിത് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ എന്താണ് ഇൻഡെക്സ് നമ്പർ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ദെൻ ഇക്വേഷൻ എന്താണ്? കറണ്ട് ഇയർ ഡിവൈഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100. ഇൻഡെക്സ് നമ്പറിന് എപ്പോഴും എന്തെടുക്കും, നമ്മൾ ബേസ് പീരീഡ് എടുക്കും. ആ ബേസ് എത്രയാണ്? 100 ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ദെൻ 3 ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പറാണ് പ്രധാനമായിട്ടുള്ളത്. അതിലൊന്നാണ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ. ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡെക്സ് നമ്പറും പ്രൈസ് ഇൻഡെക്സ് നമ്പറാണ്. ദെൻ ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ, വാല്യൂ ഇൻഡെക്സ് നമ്പർ. അപ്പോൾ പ്രധാനമായിട്ടും 3 ടൈപ്സ് ഓഫ് ഇൻഡെക്സ് നമ്പറാണുള്ളത്. പ്രൈസ് ഇൻഡെക്സ് നമ്പർ, ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ, വാല്യൂ ഇൻഡെക്സ് നമ്പർ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇൻഡെക്സ് നമ്പറിൻ്റെ യൂസസ്. ഫസ്റ്റ് പോയിൻ്റാണ് മെഷേഴ്സ് ചേഞ്ചസ് ഇൻ പ്രൈസ്. പ്രൈസിൽ വരുന്ന ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നു. മെഷേഴ്സ് ഇൻഫ്ലാക്ഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ലിവിങ്സ്. നമ്മുടെ ഇൻഫ്ലാക്ഷനും കോസ്റ്റ് ഓഫ് ലിവിങ്ങും മെഷർ ചെയ്യാൻ വേണ്ടി എന്ത് ഉപയോഗിക്കുന്നു? ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഹെൽപ്സ് എക്കണോമിക് പ്ലാനിങ്ങിന് സഹായിക്കുന്ന ഒന്നാണെന്ത്? ഇൻഡെക്സ് നമ്പർ. ദെൻ യൂസ്ഫുൾ ഫോർ കമ്പയറിങ് ഡാറ്റ ഓവർ എ ടൈം. വ്യത്യസ്ത ടൈമിലുള്ള ഡാറ്റയെ കമ്പയർ ചെയ്യാൻ ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നു. ഇനി നമ്മൾ ഇൻഡെക്സ് നമ്പറിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുകയാണ്. ഇഫ് എ പ്രൈസ് ഓഫ് എ കമ്മ്യൂണിറ്റി ഈസ് 50 ഇൻ ദി ബേസ് ഇയർ ആൻഡ് 60 ഇൻ ദി കറണ്ട് ഇയർ. ബേസ് ഇയർ 50ഉം കറണ്ട് ഇയറിൽ 60ഉമാണ്. അപ്പോൾ ഇൻഡെക്സ് നമ്പർ തന്നെ കാണുക അല്ലേ. എന്താണ് ഇൻഡെക്സ് നമ്പർ കാണുന്ന ഇക്വേഷന്? കറണ്ട് ഇയർ ഡിവൈഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100. എന്താണ്? കറണ്ട് ഇയർ ഡിവൈഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100. 60 ഡിവൈഡ് ബൈ 50 ഇൻറ്റു 100. അപ്പോൾ ഇൻഡെക്സ് നമ്പർ എന്ത് കിട്ടും? 120 കിട്ടും. ഇനി നമ്മൾ നോക്കുക 100ൽ നിന്ന് എത്ര കൂടുതലാണ് അല്ലേ. ഇൻക്രീസ് ഓവർ എ ബേസ് ഇയർ. ബേസ് ഇയറിൽ നിന്ന് എത്ര നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്? 20% കൂടിയിട്ടുണ്ട്. അതായത് ബേസ് ഇയറിൽ നിന്ന് 20%. ബേസ് ഇയർ എത്രയാണ്? 100ആണ്. 100ൽ നിന്ന് എത്ര ശതമാനം കൂടിയിട്ടുണ്ട്? 20% ഇവിടെ കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇൻഡെക്സ് നമ്പറിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് പഠിച്ചേക്കുക. കറണ്ട് ഇയർ ഡിവൈഡഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് ഇൻഡെക്സ് നമ്പറുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. കമ്പ്യൂട്ട് പ്രൈസ് ഇൻഡെക്സ് ഫോർ ദി ഫോളോവിങ് ബൈ സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ്. പ്രൈസ് ഇൻഡെക്സ് ആണ് ഇവിടെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. സിമ്പിൾ അഗ്രിഗേറ്റ് മെത്തേഡ് പ്രകാരം പ്രൈസ് ഇൻഡെക്സ് ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. കമ്മ്യൂണിറ്റി നൽകിയിട്ടുണ്ട് ABCDEF കമ്മ്യൂണിറ്റി നൽകിയിട്ടുണ്ട്. ദെൻ പ്രൈസ് 1986 നൽകിയിട്ടുണ്ട്, 91 നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഉണ്ട്? കറണ്ട് ഇയർ ഡിവൈഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100. ഇക്വേഷൻ എന്താണ്? കറണ്ട് ഇയർ ഡിവൈഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100. ദെൻ ടോട്ടലും തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമുള്ള ഭാഗമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. സിമ്പിൾ അഗ്രിഗേറ്റ് പ്രൈസ് ഇൻഡെക്സ് നമ്പർ. ഇവിടെ ഇക്വേഷൻ അല്ലേ, ഇൻഡെക്സ് പ്രൈസ് ഇൻഡെക്സ് ഈക്വൽ ടു സിഗ്മ P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100. P1 എന്ന് പറഞ്ഞാൽ എന്താണ്? P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയറും P0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയറുമാണ്. P1 എന്ന് പറഞ്ഞാൽ കറണ്ട് ഇയർ, P0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ. എന്താ നമ്മുടെ ഇക്വേഷന്? കറണ്ട് ഇയർ ഡിവൈഡ് ബൈ ബേസ് ഇയർ ഇൻറ്റു 100. ഈ ഒരു ഇക്വേഷനാണ് കൃത്യമായി ഇതുണ്ട് സിഗ്മ P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ടോട്ടൽ ചെയ്യണം അല്ലേ. ടോട്ടൽ ഇവിടെ നൽകിയിട്ടുണ്ട് 175. 1986 ടോട്ടൽ 125ആണ്.
91 ടോട്ടൽ എത്രയാണ് 205. ഇനി എന്ത് മാത്രം നമുക്ക് ഇവിടെ ചെയ്യാനുള്ളൂ? പ്രൈസ് ഇൻഡെക്സ് ഈക്വൽ ടു ഇക്വേഷൻ എഴുതുന്നു സിഗ്മ P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100. കറണ്ട് എത്രയാണ് 205. ബേസ് എത്രയാണ് 175 ഇൻറ്റു 100. ഇത്ര മാത്രമേ ഇൻഡെക്സ് നമ്മൾ ചെയ്യാനുള്ളൂ. അപ്പോൾ എന്ത് കിട്ടും? 117.14 എന്ന് കിട്ടും. ഇൻഡെക്സ് നമ്പർ 117.14 എന്ന് കിട്ടും. അപ്പോൾ വളരെ എളുപ്പമുള്ള ഏരിയയാണ് ഇൻഡെക്സ് നമ്പറൊക്കെ. ഓക്കെ അല്ല, അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.